ക്രോസ്, കുരിശ്, ക്രിസ്ത്യാനിറ്റിയുടെ സിംബലായി ഇന്ന് നിലകൊള്ളുമ്പോൾ കുരിശില്ലാത്ത പ്രസംഗം, മെസ്സേജ് അല്ലെന്നാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ക്രൂശിന്റെ വചനം എന്നാണ് വചനത്തെ പൗലോസ് വ്യാഖ്യാനിച്ചത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയും. കളിയാക്കുന്നവന്, പരിഹസിക്കുന്നവന്, കോമഡി കാണിക്കുന്നവന്, ട്രോൾ ഉണ്ടാക്കി കളിയാക്കുന്നവന് ക്രൂശിന്റെ വചനം ഭോഷത്വമായി തോന്നും. പക്ഷെ ബൈബിൾ പറയുന്നു, ഇത് വിശ്വസിച്ച് സ്വീകരിച്ചവന് അവൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അവൻ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ട്, അവന്റെ കുഞ്ഞുങ്ങളും അവന്റെ കുടുംബവും അവന്റെ തലമുറയും അനുഭവിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. രക്ഷിക്കപ്പെടുന്ന നിനക്കോ ഇത് ദൈവശക്തിയാണ്. ഞാൻ ക്രൂശിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ആ ശക്തി ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ യോഹന്നാൻ 19 വരുമ്പോഴേ 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. അതിൽ നസറയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയിരുന്നു. അപ്പോ ഇത് പീലാത്തോസ് എഴുതിയത് തന്റെ മനോഭാവം കളിയാക്കുന്ന മനോഭാവത്തിൽ എഴുതിയതാണ്. താണ്ട കിടക്കുന്ന രാജാവ് കണ്ടോ, വസ്ത്രരഹിതനായി രക്തത്തിൽ കുളിച്ച് താണ്ടെ രാജാവ് കിടക്കുന്നു. അങ്ങനെ കളിയാക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെയാണ് ഇങ്ങനെ ഇത് എഴുതിയത്. അതിന്റെ പുറകിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചിലരൊക്കെ എഴുതുന്നത് അവരെഴുതുന്നതല്ല, ഇതിന്റെയൊക്കെ പുറകെ ആളുകളുണ്ട്. ഇത്രയും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിക്കോളൂ. പൈസ കൊടുക്കാനും ഫണ്ട് ചെയ്യാനും ഡോളർ കൊടുക്കാനും ഒക്കെ ആളുകളുണ്ട്. പീലാത്തോസ് വെറുതെ എഴുതിയതല്ല, പീലാത്തോസിനെയും കൊണ്ട് എഴുതിച്ചതാണ്. മനസ്സിലായ മക്കളെ? ഇല്ലേ? പുസ്തകം വായിക്കണം. പീലാത്തോസിനെയും കൊണ്ട് എഴുതിച്ചതാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ താഴോട്ട് വായിക്കുമോ. അപ്പോ ഈ കർത്താവിനെ ക്രൂശിച്ച സ്ഥലം അന്നത്തെ കാലത്ത് ഒത്തിരി ഭാഷകൾ, പ്രത്യേകമായിട്ട് യവന ഭാഷ, എബ്രായ ഭാഷ, റോമൻ ഭാഷ, 3 ഭാഷകൾ ആ പട്ടണത്തിൽ ആ സ്ഥലത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ 3 ഭാഷക്കാർ അന്നത്തെ കാലത്ത് യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാർ, റോമക്കാർ. റോമൻ ഗവൺമെന്റ് ആണ്, റോമൻ ആർമിയാണ്, റോമക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ 3 ലാംഗ്വേജിലും ഈ സാധനം എഴുതി വെച്ചു. ഒരു ഭാഷയെ മാത്രമല്ല എഴുതി വെച്ചപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും മനസ്സിലാക്കണം എന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് എബ്രായ, റോമ
യവനം ഭാഷയിൽ എഴുതി വെച്ചു. ഗ്രീക്കിലും ലാറ്റിനിലും ഹീബ്രുവിലും എഴുതി. 3 ലാംഗ്വേജിൽ എഴുതി വെച്ചു. ബോർഡ് വെച്ചു മേളി. എന്നിട്ട് അതൊരു ഈ ഗോൽഗോത്ത എന്ന് പറയുന്ന ആ സ്ഥലം, അന്നത്തെ കാലത്ത് അതൊരു ഉയർന്ന പ്രദേശമാണ്. ഇപ്പോഴും ആ ചരിത്രം ആ സ്ഥലത്ത് നിലകൊള്ളുന്നു. നമ്മൾ ചെല്ലുമ്പോൾ, ഇസ്രായേലിൽ ചെല്ലുമ്പോൾ, നമുക്ക് ഈ സ്ഥലം കാണാൻ പോകുമ്പോൾ ഇതിൻ്റെ പിക്ചറുകൾ, പഴയ കാലത്തെ പടങ്ങളൊക്കെ അന്ന് താഴെ അവിടെ എല്ലാം മാർക്കറ്റും ആൾക്കൂട്ടവും ഒക്കെയുള്ള സ്ഥലമാണ് തൊട്ട് താഴെ. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ആളുകളെ പട്ടണത്തിലുള്ള ആ ടൗണിലൂടെ പോകുന്ന എല്ലാവർക്കും കാണാം. അതുകൊണ്ടാണ് പരസ്യമായി കാട്ടിക്കൊണ്ട് പരസ്യമായി ക്രൂശിക്കും. പരസ്യമായി ക്രൂശിച്ചെന്ന് പറയുന്നത്, പരസ്യ കോല കാഴ്ചയാക്കി എന്ന് പറയുന്നത് രഹസ്യമല്ലെന്നുള്ളതാണ്. എല്ലാവർക്കും കാണാമായിരുന്നു ക്രൂശിൽ കിടക്കുന്നത്. അപ്പോ ഇത് പീലാത്തോസ് എഴുതി വെച്ചു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. എന്തോ മേലെടുത്ത്? ഇതാ നിങ്ങളുടെ ഗുണം. എന്തോ യേശു യഹൂദന്മാരുടെ രാജാവ്. എല്ലാരും വായിച്ചു. എല്ലാരും ഈ ബോർഡ് കണ്ടു. നഗരത്തിന് സമീപമായിരുന്നു. 21-ാം വാക്യത്തിൽ വരുമ്പോ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് പീലാത്തോസേ, പൈലറ്റെ, നിന്നെന്നെ പരിപാടിയെ കാണിച്ചു. യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതാനാണോ ഞങ്ങൾ പറഞ്ഞു? അപ്പൊ യുവമാരാ ഇതിന്റെ പുറകിൽ. ഞാൻ പറഞ്ഞില്ല, പുള്ളി തന്നെ ഉണ്ടാക്കിയ ന്യൂസ് അല്ലിത്. പുള്ളി തന്നെ എഴുതിയ എഴുത്തുമല്ല. പുള്ളിക്ക് ഇതിനകത്ത് എഴുതേണ്ട ഒരു കാര്യമില്ല, പറയേണ്ട ഒരു കാര്യമില്ല. പുറകിൽ ആളുകളുണ്ട്. അവരുടെ മെയിൻ വികാരം അസൂയാണ്, കർത്താവിനോടുള്ള ജലസി. അറിവിത്മേ. എന്നിട്ട് അന്നത്തെ കാലത്ത് കർത്താവിനെ ക്രൂശിക്കുമ്പോ, നീതിമാനെ ക്രൂശിക്കുമ്പോ, 2 മഹാപുരോഹിതന്മാർ തമ്മിൽ ഭയങ്കര ബദ്ധ ശത്രുക്കളായിരുന്നു. അന്നാസും കയ്യഫ. ഇവര് തമ്മിൽ മിണ്ടുകയിലായിരുന്നു. പക്ഷെ ഒരുത്തന് പൊതു ശത്രുവിന് പണി കൊടുക്കുന്ന കാര്യം വന്നപ്പോ ഇവര് രണ്ടും കൂടെ ടൈപ്പായി. ഇവരൊന്നിച്ച് പൊറോട്ട കഴിക്കാൻ പോയി, ഇവരൊന്നിച്ച് കാപ്പി കുടിക്കാൻ പോയി. എന്നിട്ട് ഇവര് തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എൻ്റെ ശത്രു അവനാ, നിന്റെ ശത്രു അവനാ, നമുക്കൊന്നിച്ച് നിന്ന് അവനെ തീർക്കാം. അപ്പോ ഇവര് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ എഴുതാനാണോ പറഞ്ഞത്? യഹൂദന്മാരുടെ രാജാവെന്ന് എന്തിനാ സാറേ എഴുതി വെച്ചത്? അങ്ങനെ എഴുതാനാണോ പറഞ്ഞത്? അതിനാണോ ഞങ്ങൾ $1 തന്നത്? ഞങ്ങൾ പറഞ്ഞത് ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞോണ്ട് നടന്നു എന്നല്ലായിരുന്നു എഴുതേണ്ടത്. ഉടനെ പീലാത്തോസ് പറഞ്ഞത്, ഞാൻ എഴുതിയത്. ആമേൻ. പീലാത്തോസേ, നീ പണി കൊടുക്കാൻ എഴുതിയതാണെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. കളിയാക്കാൻ ജോസഫിനെ സഹോദരങ്ങൾ തയ്യാറായി. സ്വപ്നക്കാരൻ എന്ന് വിളിച്ചു. ഇവനിപ്പോ വലിയ ആളാവും, ഇവനിപ്പോ വലിയ രാജാവാവും, ഇവനിപ്പോ വലിയ പുള്ളിയാവും എന്ന് സഹോദരന്മാർ കളിയാക്കി. ഇപ്പൊ ചിലര് നിങ്ങളോട് പറഞ്ഞില്ല, ഓ വലിയ പ്രാർത്ഥനക്കാരി, ഇപ്പൊ കിട്ടുമോക്ക് വലിയ അനുഗ്രഹം. ഉറപ്പായിട്ടും. ഹല്ലേലൂയ.
പണ്ട് ഞാനൊരു ചെറിയ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ഈ ടൗൺ ചർച്ച് വരുന്നതിന് മുമ്പ്, 10-50 പേര് കൂടുന്ന ഒരു കൂട്ടായ്മ. അന്ന് പലരും എന്നെ കളിയാക്കി പറയുമായിരുന്നു, ഞാൻ ഈ വലിയ ഹോൾ എടുക്കും വിശ്വാസത്തിൽ, കുറച്ചു പേരെ വരത്തുള്ളായിരുന്നു. ഇപ്പൊ വരും അവൻ്റെ അവിടെ ആയിരങ്ങൾ, ഇപ്പൊ വരാൻ പോവും അവൻ്റെ അവിടെ ആയിരങ്ങൾ ഇപ്പൊ വരും. താങ്ക് യു. ഇവന് പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞുകൊണ്ട് നടന്നെന്നാണ് എഴുതേണ്ടിയിരുന്നത്, ഇങ്ങനല്ലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. ആത്മതലത്തിലെ അവൻ ജനിച്ചത് രാജാവായിട്ടാ, അവൻ ജീവിച്ചത് രാജാവായിട്ടാ, അവൻ മരിച്ചത് രാജാവായിട്ടാ, അവൻ ഉയർത്തെഴുന്നേറ്റതും രാജാവായിട്ടാ, ഇനി അവൻ മടങ്ങി വരുന്നതും രാജാതി രാജാവായിട്ടാ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആത്മതലങ്ങളിൽ ദ റിയാലിറ്റി. പക്ഷേ വേഷത്തിൽ മനുഷ്യനായി, അവൻ ദാസനായി ഈ താണഭൂമിയിലേക്ക് വന്നു. സത്യത്തിൽ യഥാർത്ഥമായി അവൻ രാജാവായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആളുകൾ അവനെ രാജാവാക്കാൻ ഭാവിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുമാറിപ്പോയി മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ രാജാവാകാൻ മേലാത്തോണ്ട് അവൻ അറിയാം അവൻ രാജാവാകും. അവൻ രാജാതി രാജാവാ, അവൻ കർത്താതി കർത്താവ്, അവൻ ദേവാതി ദേവനാണ്, അവൻ സർവശക്തനാണ്. എന്റെ യേശു അത്ഭുത മന്ത്രിയാണ്, എന്റെ യേശു വീരനായ ദൈവമാണ്, യേശു നിത്യപിതാവാണ്, യേശു സമാധാന പ്രഭുവാണ്. പ്രഭുവേ, ദൈവമക്കളെ, പക്ഷേ ഞാനും നിങ്ങളും വിടുവിക്കപ്പെടുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ അവൻ ദാസനായി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ തന്നെ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് അവനെ നോക്കി പരിഹസിച്ച ആ ജനത, ശ്രദ്ധിച്ചു കേട്ടോണം, ആ ജനത അധികം വൈകാതെ അവൻ രാജാതി രാജാവായി മേഘരുടനായി വരുന്നത് കാണും. Thank you, precious Holy Spirit. Thank you, Jesus. നീ ആരാണ് എന്ന് നിന്നെ പരസ്യമായി കളിയാക്കിയവരുണ്ട്. നിന്നെ പരസ്യമായി കളിയാക്കിയവർ പബ്ലിക് പ്ലേസിൽ ആ ബോർഡ് കാണുകയാണ്, അവൻ യഹൂദന്മാരുടെ രാജാവ്. He's a king. Oh, thank you, Holy Spirit. He's the king. My Jesus is my king. Amen. പറഞ്ഞ യേശു എൻ്റെ രാജാവ്. യേശു എൻ്റെ രാജാവ്. Jesus my king. അവൻ എൻ്റെ രാജാവ്. ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുതിയ ചിലത് നിന്റെ ശത്രുവിനെ തിരുത്തി എഴുതിപ്പിക്കാൻ പറ്റത്തില്ല. പാസ്റ്ററെ, ദൈവം നിന്നെ ഇങ്ങനല്ല അനുഗ്രഹിക്കുമെന്നും ഇങ്ങനല്ല ആക്കുമെന്നും, ടിനു പാസ്റ്ററിന്റെ മേളിൽ ഇങ്ങനെ അതെല്ലാം ദൈവം തുറക്കുമെന്നും ഇതെല്ലാം കൊടുക്കുമെന്നും തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇനി തലയും കുത്തി നിന്നാലും അത് മായില്ല. വിശ്വസിക്കുന്ന എത്ര പേര് നിങ്ങളെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി, നിങ്ങളുടെ ജീവിതത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതിനെ തലയിലെഴുത്തെന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പറയാം, മലയാളികൾക്ക് വേണ്ടിയാ ശുശ്രൂഷിക്കുന്നത്. പറയാം, ഓ അവന്റെ ഒരു തലയിലെഴുത്ത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? കേട്ടിട്ടില്ലേ? അവന്റെ ഇത് തലയിലെഴുത്തല്ല, ഇത് തിരുവെഴുത്താണ്. ഇനി എല്ലാവരും കേട്ടോ, നിങ്ങൾ എന്നോട് എങ്ങനെ യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ ഒരു കാര്യം ഇല്ല. തലയിലെഴുത്തെന്നൊരു കാര്യമില്ല. ഞാൻ തലയിലെഴുത്തിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ തിരുവെഴുത്തിലാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി എന്നെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ച് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ പുസ്തകത്തിനകത്ത് എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ എനിക്കുള്ള അവകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യൻ എഴുതിയതിനെയൊക്കെ കർത്താവ് മാറ്റും. ദൈവം എഴുതിയതിനെ അസൂയക്കാരന് മായ്ക്കാൻ പറ്റുകയില്ല. നീ യഹൂദന്റെ രാജാവാണെങ്കിൽ, നീ മാനവകുല, യു ആർ ദ കിങ് ജീസസ്, യു ആർ ദ കിങ്, യു ആർ ദ കിങ് ഓഫ് കിങ്സ്. നീ രാജാക്കന്മാരുടെ രാജാവാണെങ്കിൽ വേറൊരു ബോർഡ് നീ വെക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്നവരുടെ പറഞ്ഞാട്ടെ, ആത്മതലത്തിൽ നിനക്കുള്ളതേ എഴുതപ്പെടത്തുള്ളൂ. അത്രേ ഉള്ളൂ മോനെ. ആത്മതലത്തിൽ നീ എവിടെ ശുശ്രൂഷിക്കുമെന്ന ദൈവത്തിന്റെ പക്കലുണ്ട്. ആത്മതലത്തിൽ എഴുതപ്പെട്ടത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വർഗം നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ താഴെ കുത്തിയിരുന്ന് ഒരുത്തനൊരു ചെമ്പ് തകട് എടുത്തു വെച്ച് അതിനകത്ത് കുത്തി വരച്ചോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒറ്റ പ്രാർത്ഥനയിൽ അത് കത്തി ശാമ്പലായി. അതുകൊണ്ട് സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി എഴുതിയവ ഇത് മാറ്റാൻ പറ്റുകയില്ല. ഞാൻ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ 6 വയസ്സ് പ്രായമുള്ള ഒരു മകനെയും കൊണ്ട് അവൻ്റെ അപ്പായും അമ്മായും എൻ്റെ അടുക്കൽ വന്നു. അവരുടെ കയ്യിലൊരു, അവരുടെ ബാഗിനകത്ത് നിന്ന് അവരൊരു ഫയൽ എടുത്തു. ആ ഫയൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇതൊന്ന് വായിച്ചു നോക്കണം. എനിക്കൊന്നും അധികം മനസ്സിലായില്ല, മെഡിക്കൽ ടേംസ് ഒന്നും അധികം മനസ്സിലായില്ല. ഓട്ടിസം എന്ന് ഞാൻ കണ്ടു. ഇന്നലെയും കഴിഞ്ഞ ദിവസം മാൾട്ടയിലുള്ള ഒരു കുഞ്ഞ്, ഞാൻ അവിടെ ചെന്നപ്പോൾ, നിങ്ങൾ എത്ര പേര് കണ്ട സാക്ഷ്യം? ആ കുഞ്ഞിന് ഓട്ടിസമാണ്. ആ കുഞ്ഞിന് ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ട്, സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഒത്തിരി പ്രശ്നമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു, നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. നിന്റെ കുഞ്ഞിനെ അവഗണിച്ചവർ പരിഗണിക്കേണ്ടി വരും. നിങ്ങളിങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിടുതൽ കാണേണ്ടി വരും എന്ന് ഞാൻ പ്രവചിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പ്രവചിച്ചു. ഞാൻ മാൾട്ടയിൽ ചെന്നപ്പോൾ ആ സഹോദരി, എൻ്റെ കയ്യിൽ കൂടെ ക്യാമറാമാന്മാരോ ആരുമില്ല, എൻ്റെ കൂടെ ഒരു സഹോദരൻ മാത്രമുണ്ട് ഫോണും പിടിച്ച്. ഞാനോട് പറഞ്ഞു, മോനെ ഈ സാക്ഷി ഒന്ന് എടുക്കണം, കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾ ഓട്ടിസം എന്ന പ്രശ്നത്താൽ ഭാരപ്പെടുന്നുണ്ട്, ഹൈപ്പറാൽ. ഇത് അത്ഭുത സാക്ഷ്യമാണ്. ഇത് ചുമ്മാ പറയുന്നില്ല. ആ കുഞ്ഞിപ്പോൾ നോർമൽ സ്കൂളിൽ പഠിക്കുന്നു. എല്ലാവരെക്കാൾ ഞാൻ ഈ 6 വയസ്സുകാരൻ്റെ ചരിത്രം പറയാം. കുവൈറ്റിൽ നിന്നൊരു കുടുംബം ഇവിടെ വന്ന ഓട്ടിസം സൗഖ്യമായത് സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾക്കറിയാലോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കി ഒറ്റ
ഒറ്റ വാക്ക പരിശുദ്ധാത്മ പറഞ്ഞ, യു വിൽ നെവർ ബി ദ സെയിം. Amen. ഇന്ന് ആ കുഞ്ഞ് ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിച്ച് ഇന്ന് ആ കുഞ്ഞ് അവിടുത്തെ ചർച്ചിന്റെ കീബോർഡിസ്റ്റാണ്, പാട്ടുകാരനാണ്. Amen. ആ മോൻ ഒത്തിരി വളർന്നു, ആ ചെറുക്കൻ, ആ കുഞ്ഞ ഒത്തിരി വളർന്നു. അവൻ ഇന്ന് സൗഖ്യത്തോടെ മിടുക്കനായിരിക്കുന്നു. Amen. ഈ 6 വയസ്സുകാരനെയും കൊണ്ട് വന്നിട്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്, ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നത്. ഇത് വന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംഭവം ഇതാണ്, ഈ കൊച്ചിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓട്ടിസമാ, ലേണിംഗ് ഡിസബിലിറ്റിയാ, AHD അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആ അപ്പനും അമ്മ കയ്യിലിരിക്കത്തില്ല, ഇങ്ങനെ അടിക്കുക, അമ്മയുടെ ചെക്കിളക്കൊക്കെ അടിക്കുക. അവൻ വലിച്ചെറിയ, മടിയിലൊന്നും ഇരിക്കത്തില്ല, ഭയങ്കര ബഹളവും. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സങ്കടം വന്നു, ശരിക്കും ഭയങ്കര പ്രയാസം തോന്നി. എന്നിടത്ത് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ കുഞ്ഞിനെ വിശ്വാസത്തിൽ ഒന്ന് എഴുതിപ്പിക്കണം. 4 വയസ്സുണ്ട്. എങ്ങനെ എഴുതിപ്പിക്കണം? വിശ്വാസത്തിൽ ഒന്ന് എഴുതിപ്പിക്കണം. കാരണം അവൻ പഠിക്കാൻ പറ്റുന്ന, നോർമൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞല്ല. ഞാൻ പറഞ്ഞു, ഇവൻ പേന പിടിക്കുവോ, പെൻസിൽ പിടിക്കുവോ? ഞങ്ങൾ പിടിപ്പിക്കാം പാസ്റ്ററെ. അവനെ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ അവനെ ഒന്ന് റിലീഫാക്കി ആ സഹോദരൻ്റെ മടിയിലിരുത്തി. ഞാൻ ഇപ്പുറത്തെ കസേര ചേറിട്ടിരുന്ന്, ഞാൻ സാധാരണ ഇങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ എഴുതിപ്പിക്കാനൊക്കെ വിശ്വാസത്താൽ അവർ ചെയ്യുന്ന കാര്യം, എഴുതിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അന്നൊരു ചടങ്ങൊന്നുമല്ല, ആചാരമൊന്നും, അവരുടെ വിശ്വാസം. എഴുതിപ്പിക്കാൻ കൊണ്ട് ഞാൻ ആദ്യം എഴുതിപ്പിക്കുന്നത് യേശു ജീവിക്കുന്നു എന്നാണ്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതും പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പറയും എല്ലാ ഭാഷകളും ഇവൻ എഴുതട്ടെ, വായിക്കട്ടെ, അതൊരു അനുഗ്രഹത്തിന്റെ വാക്കാണ്. പക്ഷെ ഞാൻ ഈ കൊച്ചിനെ കൈ പിടിച്ച് എഴുതിപ്പിച്ച് എന്താണെന്നറിയാവോ? അലൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. അലൻ സൗഖ്യമാകും. അവൻ ആദ്യം എഴുതിയതാ. അത് വായിക്കാനൊക്കെ ഇച്ചിരി പാടാ. കാരണം അവൻ കൈ തരത്തിൽ കൈ പിടിക്കാൻ സമയം വലിച്ചു, വേനയൊക്കെ വലിച്ചു മറിച്ച് കളയാ. പിടിച്ച് ആ കുഞ്ഞിന്റെ പേരൻസിന്റെ സഹായത്തോടെ എഴുതിച്ചു. ലാസ്റ്റ് ടൈം ഞാൻ ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റും ഞാൻ എഴുതിച്ച ബുക്കുമായിട്ട് ഇവർ വന്ന് നിൽക്കുക. ഞാൻ അതിനകത്ത് ഡേറ്റ് ഒക്കെ ഇട്ട് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ തുറന്ന് കാണിക്കുകയാണ്. അമ്മ സഹോദരി ഷോൾ എടുത്ത് മുഖം പൊട്ടിക്കരയാണ്. പാസ്റ്റർ എഴുതിയതാണ്, എൻ്റെ കുഞ്ഞിനെ കൈ പിടിച്ച് എഴുതിയതാണ്, അലൻ സൗഖ്യമാകും. പാസ്റ്റർ ഇന്ന് ഇവൻ നോർമൽ സ്കൂളിലാ പഠിക്കുന്നത്. അന്ന് ഇവൻ വീട്ടിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞ വേർഡ് മിൽക്ക്, പാല്, പിന്നെ പറഞ്ഞ കൗ, ഡെസ്ക്, ചെയർ. പിറ്റേ ദിവസം തൊട്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി, അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിനകത്ത് ഒരു മഹത്വം പറയാനില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്താ നടന്നതെന്ന്. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നു, നമ്മൾ ഏതാണ്ട് ചെയ്തതോ സൗഖ്യമാക്കിയതോ അല്ല. പക്ഷേ ഐ നോ, എനിക്കറിയാം എൻ്റെ ദൈവം സൗഖ്യദായകനാണ്. ആരൊക്കെ എതിർത്താലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ബുക്ക് എടുത്ത് കാണിച്ചു. അപ്പോ അച്ഛൻ, ആ സഹോദരൻ എന്നോട് ചോദിക്കുകയാണ്, എബി ബ്രദർ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ഇങ്ങനെയാണോ സാധാരണ പിള്ളേരെ? ഞാൻ പറഞ്ഞു, ഇതല്ല, എന്നോട് കർത്താവ് അങ്ങനെ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ വാക്യം ഒന്നും ഓർക്കുന്നില്ല, ഈ വാക്യം ഒന്നും ഓർത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എഴുതിയത് എഴുതി. നടക്കാനുള്ള കാര്യമായിരുന്നത്. ഇന്ന് ആ കുഞ്ഞിന് ഒരു 8 വയസ്സ് 9 വയസ്സ് കാണും. അവർ ഒരു പക്ഷേ ഇന്ന് ലൈവിൽ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അവർ ഈ ചർച്ചിൽ വരും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ആത്മതലത്തിൽ നിനക്ക് വേണ്ടി ഇപ്പൊ ആ കുഞ്ഞ് 12ാമത്തെ വയസ്സിലും 18ാമത്തെ വയസ്സിലും ഓട്ടിസം ബാധിച്ച കുഞ്ഞായിട്ട് ഇരിക്കാനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത് ഒരു അഭിഷിക്തനിലൂടെ എഴുതി കർത്താവ് അവന് കൈ കൊടുക്കും.
ഇങ്ങനെ പറയാൻ നിന്നാൽ എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഈ സ്റ്റേജിൽ എത്ര സഭായോഗത്തിൽ നിങ്ങളിരുന്ന് വീശിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇങ്ങനെ ചൂട് പിടിച്ച്, ഓ ഈ സാക്ഷ്യം എപ്പോ തീരും? സാക്ഷ്യങ്ങളുടെ നീണ്ട നിരകളില്ലായിരുന്നോ? ഇന്നും ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ എന്തെങ്കിലും ഒരു അനുഭവം കർത്താവ് തന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോണം, പിശാചിന്റെ പദ്ധതികളോ, എനിക്കിത് ഫീൽ ചെയ്യുന്നു. എനിക്ക് എൻ്റെ ആത്മാവിൽ ചില കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഹൈപ്പർ ആക്റ്റീവായി ഓട്ടിസമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ, ചില കുട്ടികളോടുള്ള ബന്ധത്തിലൊക്കെ ഭാരപ്പെടുന്ന പേരൻസിനോട് ഞാൻ പറയുന്നു, മക്കളെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ കുഞ്ഞ് പാട്ട് പാടാനുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് കീബോർഡ് വായിക്കാനുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് ചർച്ചിൽ ശുശ്രൂഷിക്കാനുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ ദൈവം കണ്ടിരിക്കുന്നതാണെങ്കിൽ പിശാചിന് അവനെ ലോക്ക് ചെയ്തിടാൻ കഴിയത്തില്ല. വെളിയിൽ വരും, വെളിയിൽ വരും. ഞാനും ലിബിനും കൂടെ ടാൻസാനിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരമ്മ, ഒരു 15-16 വയസ്സ് കാണാൻ ചെറുക്കൻ, ആ കുഞ്ഞിന് ഓട്ടിസം ആണെന്ന എൻ്റെ ചിന്ത. ആ അമ്മ ആ കുഞ്ഞിനെ ഫ്ലൈറ്റിലോട്ട് കയറ്റാൻ പെടുന്ന പാട് ഞാൻ ആ കസേരയിൽ ഇരുന്ന് കാണുകയാണ്. ഞാൻ ദൈവം മുൻപാകെ, എന്നെ അറിയുന്ന ദൈവം മുൻപാകെ എൻ്റെ ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു, കർത്താവേ, ആ അമ്മ, അദ്ദേഹം കൊച്ചിൻ്റെ പപ്പയാന്ന് തോന്നുന്നു, നേരെ ഓടിയും പാസുമായിട്ട് അയാളങ്ങ് പോയി. ഈ കൊച്ചിനെ എന്നിട്ട് ആ സഹോദരി വരത്തില്ല, നല്ല ആരോഗ്യമുണ്ട്. ആ സഹോദരി കണ്ണ്, വാ മോനെ വാടാ, നീ ഒന്ന് വാ മോനെ വാടാ, ഒന്ന് അവനെ ചവിട്ടുക, അമ്മ ചവിട്ടുക. ഞാൻ ആ കസേര, എനിക്കവരെ അറിഞ്ഞുകൂടാ, എനിക്ക് ചെന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ള ആക്സസ് ഇല്ല, എയർപോർട്ടാണ്. ഞാൻ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര അമ്മമാരുണ്ട്, എത്ര അപ്പന്മാരുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഊനമില്ലാത്തത് കിട്ടിയല്ലോ. നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ നന്ദിയും പറയണ്ട. പക്ഷെ എത്ര അപ്പന്മാർ, എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ? ഇതൊക്കെ അകത്ത് കമ്പാഷൻ ഉള്ളവർക്ക്. എനിക്കൊരു രോഗിയെ കണ്ടാൽ കരച്ചിൽ വരും. ഞാൻ കഴിഞ്ഞ ദിവസം DGS ദിനകരൻ അങ്കിളുടെ ഭവനത്തിൽ ചെന്നൈയിൽ പോൾ ദിനകരൻ ബ്രദറുമായി, ആ കുടുംബവുമായി സമയം ചെലവഴിച്ചു. ഞാൻ DGS ദിനകരൻ അങ്കിളിന്റെ വൈഫിനോട്, സിസ്റ്റർ സ്റ്റെല്ല ദിനകരനോട്, ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി 87 വയസ്സുണ്ട് അമ്മച്ചിക്ക്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തായിരുന്നു DGS ദിനകരൻ അങ്കിളുടെ ഏറ്റവും വലിയ സീക്രട്ട് പ്രത്യേകത? ഓ പപ്പാ, പുള്ളിക്കാരോ പപ്പാ, എന്നാ ജപം, കാലയിലെ ജപം, മാലയിലെ ജപം, രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥനയാ. പുള്ളി എപ്പോഴും പ്രാർത്ഥനയാ. ഞാൻ പറഞ്ഞു, ഇത്രയും രോഗികൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സുഖം പ്രാപിച്ചിട്ടുണ്ട് അമ്മ. ഇത്രയും ആളുകൾ എങ്ങനെയാണ് പ്രോപ്പറായി ഹീലിംഗ് ഉണ്ടായത്? എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, രോഗിയെ കാണുമ്പോൾ, കട്ടിലെ കിടക്കുന്നവനെ കാണുമ്പോൾ, ക്ഷീണിച്ച് ബലഹീനനായിരിക്കുന്നവനെ കാണുമ്പോൾ പുള്ളിയുടെ കണ്ണ് നിറയാൻ തുടങ്ങും. ആ ഒരു കമ്പാഷൻ, ഇത് ഞാൻ യേശുവിലാണ് ഞാനിത് ആഴമായി കണ്ടത്. അവൻ ആ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ഞാൻ ആ ബോംബെ എയർപോർട്ടിന്റെ ചെയറിലിരുന്ന് ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, അടുത്ത് ചെല്ലണം. പക്ഷെ നമുക്കറിയത്തില്ല, നമുക്ക് അവരെ പരിചയമില്ല. ഇനി അതിന് വേറെ കാര്യമാക്കണ്ട. ഞാൻ അവിടെ ഇരുന്ന് കണ്ണടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ആ കുഞ്ഞിനെ പരിചയമില്ല, പക്ഷെ ആ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ആ അമ്മ അവനെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. കർത്താവേ, നീ അവനെ സൗഖ്യമാക്കണേ. ഞാൻ പറയുന്നത് എൻ്റെ ദൈവം കേട്ടോണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴത് ആ രംഗം കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും, ഇന്ന് വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നേ. മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുന്നതും, ഇത്രയും യാത്രകൾ ചെയ്യുന്നതും,
ജനത്തെ മുഴുവൻ കാണാൻ ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം, ഭൗതികമായ ഒരു നേട്ടത്തിനുമല്ല. അങ്ങനെ പറയാൻ ഈ ഓൺലൈനിൽ കാണുന്നവർക്കോ ഇവിടെ ഇരിക്കുന്നവർക്കോ സാധിക്കത്തില്ലെന്നറിയാം. നിങ്ങളതിൻ്റെ സാക്ഷികളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇത് കാണുമ്പോൾ അകത്ത് വരുന്ന ഒരു കമ്പാഷനുണ്ട്. രക്ഷിക്കപ്പെടാത്തവനെ കാണുമ്പോൾ, ഒരു മദ്യപാനിയെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുമ്പോൾ, ഒരു വേദനയിൽ ഇരിക്കുന്നവനെ എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല. ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അരികിൽ വരുമ്പോൾ, ഞാൻ കാണുമ്പോൾ അകത്ത് പെടയും, എൻ്റെ ഉള്ളം പെടയും. ഞാനൊരു സാധാ മനുഷ്യനാ, ഒത്തിരി കുറവുകളുള്ള ഒരാളാണ്. ഞാൻ പൂർണ്ണനൊന്നുമല്ല. എൻ്റെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന കർത്താവിൻ്റെ ഒരു മകനായ എൻ്റെ ഹൃദയം ഇതാണെങ്കിൽ, എൻ്റെ അപ്പ എന്നായിരിക്കും, എൻ്റെ അപ്പ എന്നായിരിക്കും. പ്രയോജനപ്പെടണം. നിങ്ങളുടെ ശുശ്രൂഷയുടെ രോഗികൾ സൗഖ്യമാണോ? അനേകർ വിടുവിക്കപ്പെടണം. ഇതിനെ ഒരു ഉപജീവനമായി കാണാതെ, ആള് കളിച്ച് നടക്കാതെ, ഉഴപ്പാതെ, ഇതിനെ ഒരു സൈഡ് പരിപാടിയായി കാണാതെ, ജീവിതം മുഴുവൻ അതിനകത്തിട്ട്, നിന്റെ സമയവും പൈസയും ആരോഗ്യവും ലൈഫും മുഴുവൻ അതിനകത്തിട്ട്, നിന്റെ അകത്ത് കത്തുന്ന ആ കമ്പാഷൻ ഉണ്ടല്ലോ, എനിക്കിപ്പോ ഇത് കയറി വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആർക്കോ വേണ്ടി സംസാരിച്ചതാണ്. ഞാൻ ക്രൂശിൽ കാണുന്നത് ആ കമ്പാഷൻ. പെടയുമ്പോഴും തകരുമ്പോഴും വേദനിക്കുമ്പോഴും ഒടയുമ്പോഴും, ഒരു ഇറച്ചിക്കടയിൽ മാംസക്കഷ്ണം തൂക്കിയിട്ടിരിക്കുന്നത് പോലെ എന്റെ അരുമനാഥൻ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോഴും നിന്റെ ചിത്രമായിരുന്നു അവന്റെ ഉള്ളിൽ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ന്യായപ്രമാണത്തിന്റെ കടപ്പത്രം അവൻ കീറിക്കളഞ്ഞു. ഒന്ന് പ്രാർത്ഥിച്ച ഭാഷ, ഞാൻ ചുമ്മാ പറയുമല്ല, വെറുതെ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ വന്നൊരു തോട്ടല്ല ഇത്. എനിക്ക് ഈ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സെൻസ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. ഞാൻ പൂർണ്ണനൊന്നും അല്ല, എങ്കിലും എനിക്ക് ദൈവം ദൈവികമായ ചില ഇടപെടലുകൾ എനിക്ക് ഫീൽ ചെയ്യും. പ്രാർത്ഥനയിൽ അത് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, ചില വാക്യങ്ങൾ ബൈബിൾ ഇങ്ങനെ തുറന്ന് വായിക്കുമ്പം, മേളിലും താഴെയൊക്കെ കുറേ വായിച്ചെങ്കിലും ചില വാക്യം അതിനകത്ത് ഒരു വാക്ക് കയറി വന്നപ്പം കണ്ണങ്ങ് നിറഞ്ഞു. അത് നിങ്ങളിലേക്ക് ഇങ്ങനെ ചാടി വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഇതുപോലെ എന്നോട് കർത്താവ് പറയുന്ന, മോനെ ഈ ജനത്തോട് പറ, ക്രൂശിൽ കാണുന്നത് സ്നേഹമാണ്, ക്രൂശിൽ കാണുന്നത് ദയയാണ്, കമ്പാഷനാണ്. എന്റെ ജനത്തിന് ഇന്നില്ലാത്തത് ഇതാണ്, എന്റെ ജനത്തിന് ഇന്നില്ലാത്തത് ഇതാണ്. ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. അപ്പാ, എന്റെ സഹജീവികളോട്, എന്റെ സഹപ്രവർത്തകരോട്, എന്റെ കൂട്ടുവേലക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സഭയോട് നീ എന്നെ കർത്താവേ, ഒരു നല്ല ഹൃദയം പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. സിജോ പാസ്റ്ററെ മൈക്ക് കൊടുത്തേ, ഒന്ന് പ്രാർത്ഥിച്ചേ പാസ്റ്ററെ. അതിനു വേണ്ടി മൈക്കിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ സഹജീവികളോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അവരുടെ വേദന കാണുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മനസ്സിലും ആ വേദന ഉണ്ടാകണം. ഒരു രോഗിയെ കാണുമ്പോൾ കർത്താവേ, ഒരു സൗഖ്യമാകേണ്ടതിനായുള്ള തോന്നൽ, ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിനായി, ആ കമ്പാഷൻ ഞങ്ങളിലും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ബെഥെസ്ദാ കുളക്കരയിൽ 38 വർഷം രോഗിയായി കിടന്നവനെ കണ്ടപ്പോൾ അങ്ങയുടെ മനസ്സലിഞ്ഞു, അങ്ങവനെ സൗഖ്യമാക്കി. കർത്താവേ, ഞങ്ങളിലെല്ലാം ആ മനസ്സലിവുണ്ടാകട്ടെ. കർത്താവേ,
ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ ആഴമായ മനസ്സലിവുണ്ടാകട്ടെ കർത്താവേ. മനസ്സലിവുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അനേകർക്ക് വേണ്ടി കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. Thank you, Jesus. Thank you, Jesus, for that. In Jesus' name. കൈകൾ ഉയർത്തി കർത്താവിനെ